മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാ മക്കളും കേരളം വിട്ട് പുറത്തെവിടെയെങ്കിലും പോയി ജോലി നോക്കാനുള്ള തത്രപ്പാടിലാണ്. അതുകൊണ്ട് യുവാക്കളില്ല, കൊച്ചുമക്കളില്ല, ആരുമില്ല. എന്നാൽ ഇതിനൊക്കെ വ്യത്യാസമായിട്ട് ചില കടകളിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് ഒരു 3/4 നൂറ്റാണ്ട് 70-ലധികം വർഷം ഇവിടെ സേവന പാരമ്പര്യമുള്ള ഒന്ന് രണ്ട് കടകളിൽ ഞാൻ സാധാരണ പോകാറുണ്ട്. അതായത് എനിക്ക് എല്ലാ കാര്യത്തിനും ഒരു കട കാണും. പാത്രം വാങ്ങിക്കാനൊരു കട, സ്വർണം വാങ്ങിക്കാനൊരു കട, ക്ലോത്ത്സ് വാങ്ങിക്കാനൊരു കട, അതുപോലെ തന്നെ ഗ്രോസറീസ് വാങ്ങിക്കാനൊക്കെ ഒരു കട. അങ്ങനെ നമ്മൾ എപ്പോഴും നമുക്കിഷ്ടപ്പെട്ട ചില കടകൾ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന കടകളുടെ സ്വർണം വാങ്ങിക്കാൻ ഞാൻ 75 വർഷമായിട്ട് എന്ന് വെച്ചാൽ 50 വർഷത്തോളം ഒരേ കടയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമ്മളെ അവർ വെയിറ്റ് ചെയ്യും, വിളിച്ച് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ളതൊക്കെ എടുത്തു വെച്ചേക്കും. അപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഉള്ള പോലെയാണ് എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ ഒരേ കട ചൂസ് ചെയ്യുന്നത്. അതുപോലെ ഫിഷ് വാങ്ങിക്കാൻ ഒരു കട, ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഇങ്ങനെ എല്ലാം കടകളുണ്ടെങ്കിലും ചില കാലങ്ങളിൽ എന്ത് സംഭവിക്കുന്നതെന്നറിയാവോ? ആ കടകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാരൻ്റൽ സൈഡിലുള്ളവരുടെ ഫോളോവേഴ്സ് ഇല്ലാതെ വരികയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ചില കടകളൊക്കെ എന്നേക്കുമായിട്ട് നിർത്തിപ്പോയി. ഞങ്ങളുടെ കഞ്ഞിക്കുഴിയിലൊരു നല്ല കടയായിരുന്നു ജി-മാർട്ട്. അതിനെ തുടർന്ന് കൊണ്ടുപോകാൻ മക്കളില്ലാതെ വന്നപ്പോൾ അത് അടച്ചു പൂട്ടി. അതുപോലെ തന്നെ പല കടകളും, അയ്യപ്പാസ് തുണി വാങ്ങിക്കാൻ നല്ല കടയായിരുന്നു കോട്ടയം അയ്യപ്പാസ്. അപ്പോൾ അവിടെ 2-3 പേരൊക്കെ മരിച്ചുപോയി. പിന്നെ ഉള്ളവരൊക്കെ അതിന് ഇൻട്രസ്റ്റ് ഇല്ലാതെയായി. അങ്ങനെ അയ്യപ്പാസ് എന്ന കട അടച്ചു പൂട്ടി. ഇങ്ങനെ കുറേ കടകളുണ്ട്. സ്വർണം ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആ കട, അതിലെ അപ്പച്ചൻ മരിച്ചു, മകൻ മരിച്ചു, പിന്നെ പെൺമക്കളാണ്. അപ്പോൾ അവർക്കത് നോക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെ ഓരോ കടകളും. ആലപ്പാട്ട് നല്ല കടയായിരുന്നു, പക്ഷേ അത് നാമാവശേഷമായിപ്പോയി. ഇങ്ങനെ കോട്ടയത്ത് പല കടകളും നിന്ന് പോയെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് മെറ്റൽ, അതുപോലെ അടുക്കള ആവശ്യം, വീട്ടിലെ ആവശ്യമുള്ള എല്ലാം വാങ്ങിക്കാൻ പോകുന്നൊരു നല്ല കടയുണ്ട്, ഭുവന മെറ്റൽ മാൾട്ട്. അവിടെ ഉണ്ടല്ലോ, ആ ഭുവനേന്ദ്രൻ, പുള്ളിക്ക് 2 മക്കളായിരുന്നു. പിള്ളേരെ എനിക്ക് സ്റ്റുഡൻസാണ്. അപ്പോൾ അത് എൻ്റെ സ്വന്തം കട പോലെ, എന്നെ ആവശ്യമുണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ റെഡിയാണ്. അവിടെ ആ ഒരു മകൻ ഇപ്പോഴും അപ്പൻ്റെ ആ ബിസിനസ് 70 ലക്ഷം പ്രായമുള്ളത്, 70-ലധികം വർഷം പഴക്കമുള്ള ഒരു വ്യാപാര സ്ഥാപനമാണ്. ഇപ്പോഴും ആ മകൻ അപ്പൻ്റെ കൂടെ നിന്ന് ആ കട ഏറ്റെടുത്ത് രാവിലെ തൊട്ട് ഉച്ച വരെ മകൻ നിൽക്കും. ഉച്ചയ്ക്ക് സ്വല്പം നേരം കഴിയുമ്പം അച്ഛൻ വരും, വീണ്ടും അച്ഛന് റെസ്റ്റ് കൊടുത്തുകൊണ്ട് മകൻ നിൽക്കും. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമ്മുടെ കുടുംബ പാരമ്പര്യമുള്ള എല്ലാ ബിസിനസ്സും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ജോലികളും മുമ്പോട്ട് കൊണ്ടുപോകുള്ളൂ. ഇന്നിപ്പോൾ അതിനൊന്നും ആർക്കും സമയവുമില്ല. ആരും നാട് വിട്ടു പോകണം, അങ്ങനെയാണ്. വിദേശത്ത് പോയി മാത്രമേ ജീവിക്കാനുള്ള മാർഗ്ഗമുള്ളൂ എന്നായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഈ കട ഒരുപാട് നല്ല കടയാണ് കേട്ടോ. ഇപ്പോൾ ഒരു പ്രത്യേക ഓഫറുണ്ടല്ലോ, ഒരാഴ്ചത്തേക്കും കൂടെ ഉള്ളൂ. എന്ത് കൊടുത്താലും പകുതി വിലയ്ക്ക് സാധനം കിട്ടും. അപ്പോൾ അവിടെ ഞാനിപ്പം ഇൻഫ്രാറെഡിൻ്റെ ഒരു കുക്കർ വാങ്ങിക്കാൻ പോയി. അപ്പം ആ കടയിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നും ആ കടയുടെ വിശദ വിവരങ്ങളും ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ഓഫറുള്ള സമയമാണ്. ഇനി ഒരാഴ്ചത്തേക്കേ ഉള്ളൂ ഈ ഓഫർ. ഈ ഒരാഴ്ച കഴിയുമ്പോഴേ പകുതി വിലയ്ക്ക് കിട്ടില്ല. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഏതെടുത്താലും പ്രസ്റ്റീജിൻ്റെ എന്തെടുത്താലും പകുതി വിലയ്ക്ക് കിട്ടും. ഒരു ചെറിയ പാത്രം വല്ലതും കൊടുത്താൽ മതി, അതിന് നമുക്ക് പകുതി വിലയ്ക്ക് തിരിച്ച് കിട്ടും. അതാണ് എന്തും എന്തിനോടും കിട്ടുന്ന ഈ സമയത്ത് നിങ്ങൾ ആ കടയിലൊക്കെ പോകണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കടയിലെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനതിന് ഹെൽപ്പ് ചെയ്യാം. ഇന്നിപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഞാനതിന് ഹെൽപ്പ് ചെയ്തു. അവരെന്നെ തിരിച്ച് മെസ്സേജ് ഇട്ടു. മെസ്സേജ് പോയിട്ട് എനിക്ക് എല്ലാ കാര്യവും നന്നായിട്ട് കിട്ടി. അപ്പോൾ ആ കടയുടെ അഡ്വർടൈസ്മെൻറ്റ് പോലെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടും.